വൈദ്യുതി ചതിച്ചു. ചെമ്മീൻ കർഷകന് ലക്ഷങ്ങളുടെ നഷ്ടം. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ ലക്ഷക്കണക്കിന് ചെമ്മീൻ കുഞ്ഞുങ്ങൾ ചത്തു. പുല്ലൂറ്റ് നാരായണമംഗലത്ത് വലിയ പറമ്പിൽ ഹുസൈന്റെ ചെമ്മീൻ കൃഷിയാണ് അപ്പാടെ നശിച്ചത്. 40 ദിവസം പ്രായമുള്ള 4 ലക്ഷത്തോളം കുഞ്ഞുങ്ങളാണ് ചെമ്മീൻ പാടത്തുണ്ടായിരുന്നത്. ഇവയ്ക്ക് ഓക്സിജൻ നൽകുന്നതിനായി സ്ഥാപിച്ച വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എയറേറ്റർ പ്രവർത്തിപ്പിക്കാനാകാതെ വന്നതിനെ തുടർന്നാണ് ചെമ്മീൻ കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ ചത്തത്. ഞായറാഴ്ച വൈകിട്ട് കൃഷിയിടത്തിലേക്കുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു. KSEB ഓഫീസിൽ വിവരമറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. ജനറേറ്റർ ഉപയോഗിച്ച് വൈദ്യുതി വിതരണം തുടർന്നുവെങ്കിലും രാത്രിയോടെ ജനറേറ്ററും തകരാറിലായി. രാത്രിയിൽ പലവട്ടം പുത്തൻചിറ സെക്ഷൻ ഓഫീസിൽ വിളിച്ച് അഭ്യർത്ഥിച്ചുവെങ്കിലും KSEB ജീവനക്കാർ തകരാർ പരിഹരിക്കാൻ തയ്യാറായില്ലെന്ന് ഹുസൈൻ പറയുന്നു. ഞങ്ങളുടെ KSEB കൊടുങ്ങല്ലൂർ നമ്പർ 2 ചാപ്പാറായിരുന്നു. അവർ നമ്മൾ ഏത് രാത്രി വിളിച്ചാലും ഇതിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അവർ വരണുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഏരിയ മുൻ കൗൺസിലർ വിനീത ടിങ്കുവിൻ്റെ പടി തൊട്ട് ഞങ്ങളുടെ പുത്തഞ്ചിറ KSEBിലേക്ക് ആക്കിയതിന് ശേഷം ഇവരെ സർവീസ് വളരെ മോശം. ഇവരെ വിളിച്ചാൽ ഇവർ വരില്ല, ഫോൺ എടുക്കില്ല, വിളിച്ചാൽ വരാമെന്ന് പറയും. ഇന്നലെ 7:30 മണിക്ക് കറണ്ട് പോയിട്ട് ആ കാറ്റും മഴയും വന്നപ്പോൾ കറണ്ട് പോയിട്ട് 3 ഫേസിൽ 3 ലൈൻ പോയി. 3 ലൈനത്തിൽ 1 ലൈൻ പോയി. അപ്പോൾ ഇവരെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. 11:30 വിളിച്ചിട്ട് വന്നില്ല. അങ്ങനെ ജനറേറ്റർ ജനറേറ്റർ കത്തിപ്പോയി. ജനറേറ്റർ കത്തിപ്പോയി. ഇതിന് ശേഷം ഞാൻ ഇവരെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇവർ വന്നില്ല. ലാസ്റ്റ് ഇവർ പറഞ്ഞ് ജമ്പർ കത്തിപ്പോയി, അത് ഇന്ന് നടക്കില്ല, നാളെ ശരിയാക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒരു വ്യക്തിത്വം ഇല്ലാത്ത മറുപടിയാണ് അവർ പറഞ്ഞത് എന്നോട്. ആകെ പറഞ്ഞ് ഈ ഓക്സിജൻ കൊടുക്കുന്ന എയറേറ്റർ ഒന്നും വർക്ക് ചെയ്തില്ല. വർക്ക് ചെയ്യേണ്ടതെന്ന് ചെമ്മീനൊക്കെ ചത്ത് പൊന്തി, കുറേ ചത്ത് താന്ന്. ഇപ്പോൾ എല്ലാം 10-30 ലക്ഷം രൂപ നഷ്ടം എനിക്ക് ഉണ്ടായി. ഞാൻ ചെമ്മീൻ തീറ്റ കൊടുക്കുന്ന കമ്പനിയിൽ അവർക്ക് പൈസ കൊടുത്തിട്ടില്ല. ആകെ നഷ്ടമാണ്. ഇപ്പോൾ അവരോടൊക്കെ എന്ത് സമാനം പറയുന്നുള്ളത് നമുക്കറിയില്ല. വളർച്ച ഭാഗമായാൽ ഏകദേശം 30 ലക്ഷം രൂപ വിലമതിക്കാവുന്ന ചെമ്മീനാണ് നശിച്ചത്. 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. KSEB ജീവനക്കാരുടെ അനാസ്ഥയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഹുസൈൻ പറഞ്ഞു. പ്രദേശത്തെ മറ്റു ചില ചെമ്മീൻ പാടങ്ങളിലും സമാനമായ രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്.